ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ തൃശ്ശൂർക്കാരൻ ഫിഷിംഗ് വ്ളോഗ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു അടിപൊളി നെറ്റ് ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കെന്നാൽ പോയാലോ. അപ്പോൾ ചങ്കുവെള്ളം നമ്മളിവിടെ എത്തിക്കുന്നത് നമ്മുടെ നെടുപുഴ റോബൻചാട്ടിൻ്റെ കോൾപ്പാടത്താണ്. കോളെല്ലാം പിടിച്ച് കഴിഞ്ഞിരുന്നു. ഇനി മെയിൻ ചാല് അരിച്ചു പറ്റിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴേക്കും ഇവരൊക്കെ ഇറങ്ങി കഴിഞ്ഞിരുന്നു. നമ്മുടെ വാവിയുണ്ട്, അതുപോലെ തന്നെ റോബൻ ചേട്ടനുണ്ട്, വിജയ് ചേട്ടനുണ്ട്, അക്ഷയ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ കണ്ടോ, ഈ ഫുൾ ഏരിയ നമ്മൾ ഇവിടെ നിന്ന് വല വെച്ച് വലിച്ചതിന് ശേഷം എൻഡ് പോയിൻ്റ് അഞ്ചിന്തരയുടെ അവിടെ വെച്ചിട്ടാണ് മീനെല്ലാം കളക്ട് ചെയ്യുക. ആദ്യം ഈ എൻഡ് പോയിന്റിൽ വന്നിട്ടുള്ള മീനുകളെ ഇവരായും തന്നെ വല പൊന്തിച്ച് കളക്ട് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നടുക്കിൽ കണ്ട, നടുക്കിൽ ആ പച്ച പിന്നീട്ട് നിൽക്കുന്നുണ്ട് റോബൻ ചേട്ടൻ്റെ ആണ് കോള്. ആ എൻഡിൽ നിൽക്കണതാണ് ബിജോയ് ചേട്ടൻ ഒരു മെയിൻ താരമാണ് കേട്ടോ ഇതിൽ, ശ്രദ്ധിച്ചേക്കണേ. പത്ത് 15 പേരെ പ്രയത്നമാണ് കേട്ടോ. ഇവിടെ മുതൽ നമ്മൾ അതിൻ്റെ പോർഷൻ വരെ നെറ്റ് ഇങ്ങനെ കവർ ചെയ്ത് അടിയിൽ കൂടെ എങ്ങും ചോർച്ചയില്ലാണ്ട് വലിച്ചെടുത്തിട്ടാണ് അടുപ്പിക്കുക. അപ്പോൾ കണ്ടോ, മീനുകളുടെ ചാട്ടം തുടങ്ങി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കൂടെ അച്ചൂട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. അച്ചൂട്ടനും കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അച്ചൂട്ടൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ആ സെൻട്രൽ പോർഷൻ താഴ്ന്ന കാരണം, മീൻ ചാടിപ്പോകുന്ന കാരണം ഒരു വടി വെച്ചിട്ട് ആ സെൻട്രൽ പോർഷൻ ഒന്ന് പൊന്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നവർ. ഈ എൻഡ് പോർഷനിൽ അടിഞ്ഞിട്ടുള്ള മീനുകൾ ആദ്യം കളക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് എല്ലാവരും കൂടി നെറ്റ് അടിയിൽ കൂടെ വലിച്ച് ലാസ്റ്റ് ആ അഞ്ചിന്തരയുടെ അവിടത്തേക്ക് വരെ ചെയ്യുക. കണ്ടോ, ആ അപ്പുറത്തെ സൈഡിൽ ആ വലയുടെ എൻഡ് പിടിച്ചിരിക്കുന്ന വാവയാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ അക്ഷയ് ഉണ്ട്. കണ്ടോ, മീൻ കളക്ട് ചെയ്യുന്നത് കണ്ടോ. മെയിനായിട്ട് നമുക്കിതിലുള്ളത് ഇപ്പോൾ കിട്ടുന്നത് തിലോപ്പിയ, അതുപോലെ തന്നെ 5 ഫ്രാൻസ്, പിന്നെ രോഹാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാവ്യക്ഷയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊക്കെ നെറ്റ് വലിച്ച് നമ്മുടെ എൻ്റെ പോർഷൻ ആ ഇഞ്ചിന്തരയുടെ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 സൈഡും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വല ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം എല്ലാവരും നിലം പറ്റിയിട്ടാണ് നെറ്റ് ഇങ്ങനെ കൊണ്ടുപോവുക. അക്ഷയാണ് ഈ സൈഡിൽ പിടിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ അച്ചൂട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അച്ചൂട്ടനും ഫിഷിങ് ഭയങ്കര ഇഷ്ടമാണ്. 2 സൈഡും ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ വലിച്ചു കൊണ്ട് പോകുമ്പോൾ അപ്പോൾ മീൻ അതിൻ്റെ ഇടയിൽ കൂടെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി താഴ്ത്തി ആ 4 സൈഡും അത് തന്നെ 2 സൈഡും ഒരു നെറ്റ് ടൈറ്റായി പിടിച്ചതിന് ശേഷം എൻഡും എല്ലാം ചേർത്തിട്ടാണ് ഇവർ വലിച്ചു കൊണ്ട് പോവുക. നമ്മുടെ മീനുള്ള ചാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏകദേശം എൻ്റെ പോർഷൻ ആവറായി തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ കണ്ടോ. ആഹാ, എൻ്റെ രസമായിട്ടാണ് മീനോട് ചാട്ടം നോക്കിയോ. എൻ്റെ പൊന്നി, ആ നെറ്റ് സെൻറ്ററിൽ താന്ന കാരണം ബിജോയ് ചേട്ടനെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബിജോയ് ചേട്ടനെ ഇപ്പോൾ ആ നടുക്കിൽ ആ വടി കൊണ്ട് മുകളിലേക്ക് പൊക്കി പിടിച്ചേക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മീൻ ചാടി പോകണേ. അപ്പോൾ ബിജോയ് ചേട്ടൻ അപ്പോൾ മെയിൻ റോഡ് വഹിക്കണേ.
അപ്പോൾ നമ്മുടെ എൻഡ് പോർഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം എൻഡ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ മീനെല്ലാം അടിഞ്ഞു കൂടി നല്ല അടി അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ വല സെൻറ്റർ ചെയ്തതിന് ശേഷം ഒരു ഭാഗം ആദ്യം പിടിക്കാൻ പോവാണ് കേട്ടോ. എല്ലാം കൂടി പിടിച്ച് ചിലപ്പോൾ നമ്മുടെ വല കീറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആദ്യത്തെ വല വളച്ചെന്നുള്ള മീൻ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതലും കിട്ടുന്നു 5 ഫ്രാൻസ്, അതുപോലെ തന്നെ പിലാപ്പിയും രോഹൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് രോഹ കിട്ടുന്നു ഇപ്പോൾ അതിൽ. അപ്പോൾ നമ്മൾ പിടിച്ച മീനുകളൊക്കെ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ടാർപ്പായിട്ട് നന്നായി വൃത്തിയായിട്ട് കഴുകാണ് കേട്ടോ. ഇത് കൈയോടെ തന്നെ കയറ്റി വിടുകയാണ്. അതുകൊണ്ടൊക്കെ നല്ല വൃത്തിയിൽ കഴുകി നല്ല ഫ്രഷ് ആയിട്ടാണ് നേരെ കൊണ്ടുപോയവർ. അപ്പോൾ നമ്മുടെ അക്ഷയ് കണ്ട 2 കൊമ്പന്മാരെ പിടിച്ച് കൈ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലിപ്പം അനുസരിച്ചിട്ട് ഓരോ മീനെയും ഓരോരോ ബോക്സിലേക്ക് ആക്കാണ് കേട്ടോ. തിലോപ്പിയ ആണെങ്കിലും രോഹു ആണെങ്കിലും എല്ലാ മീനെയും സെപ്പറേറ്റ് അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഓരോ ബോക്സിലേക്ക് ആക്കിയതിന് ശേഷം അത് സെപ്പറേറ്റ് വെയിറ്റ് നോക്കിയിട്ടാണ് കേട്ടോ കയറ്റി വിടുന്നത്. അപ്പം മച്ചന്മാരെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ നമുക്കെല്ലാവർക്കും തൽക്കാലം ഗുഡ് ബൈ.